എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. ഏട്ടൻ എൻ്റെ കയ്യിൽ തന്നു വെച്ചിട്ടുണ്ടോ ചോദിക്കുമ്പോൾ എടുത്തു തരാൻ? സീത ദേഷ്യത്തോടെ പറഞ്ഞു. 1000 രൂപ എനിക്ക് കിട്ടിയേ പറ്റൂ. മര്യാദയ്ക്ക് തരുന്നുണ്ടോ നീ? രവി ദേഷ്യത്തോടെ സീതയോട് പറഞ്ഞു. എൻ്റെ കയ്യിൽ കാശില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ തരാനും ഉദ്ദേശമില്ല. കണ്ട തെമ്മാടികളുമായി കള്ളു കുടിച്ച് കൂത്താടാനല്ലേ. മര്യാദയ്ക്ക് ചോദിച്ചാൽ തരില്ലല്ലേ എന്ന് പറഞ്ഞ് രവി സീതയുടെ അലമാര തപ്പാൻ തുടങ്ങി. രവിയെ തടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രവി സീതയെ തള്ളി മാറ്റിക്കൊണ്ട് സീത പൈസ വെക്കുന്നിടത്തെല്ലാം തപ്പാൻ തുടങ്ങി. തിരച്ചിലിനിടയിൽ രവിക്ക് തുണികളുടെ ഇടയിൽ നിന്നും സീതയുടെ പേഴ്സ് കിട്ടി. ഞാൻ കഷ്ടപ്പെട്ട് തുന്നി ഉണ്ടാക്കുന്ന കാശാണത്, നിങ്ങൾക്ക് കുടിച്ചു നിറങ്ങാനല്ല. രവിക്ക് പേഴ്സ് കിട്ടിയത് കണ്ട് വിഷമത്തോടെ സീത പറഞ്ഞു. മര്യാദയ്ക്ക് ചോദിച്ചപ്പോൾ തന്നില്ലല്ലോ, ഇത് ഞാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് രവി പേഴ്സുമായി പോകാൻ ഒരുങ്ങിയപ്പോൾ കരഞ്ഞുകൊണ്ട് സീത രവിയെ തടയാൻ ശ്രമിച്ചു. എത്ര കഷ്ടപ്പെട്ട് ഞാൻ തുന്നി ഉണ്ടാക്കിയതാണ് ആ പണം, അത് കൊണ്ടുപോകരുത്. മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വെച്ച പണമാണ്. ഞാൻ കാല് പിടിക്കാം, അതെടുക്കരുത്. കരഞ്ഞുകൊണ്ട് സീത രവിയോട് അപേക്ഷിച്ചു. ഞാൻ നാളെ തിരിച്ചു തരാം, ഇന്ന് എനിക്ക് ഈ പണം വേണം. ഇല്ല, പറ്റില്ല. മര്യാദയ്ക്ക് പണിക്കും പോകില്ല. കിട്ടുന്ന കാശ് കള്ളും കുടിച്ച് നടക്കുന്ന നിങ്ങൾ എവിടെ എടുത്തു തരാനാണ്? ഞാൻ സമ്മതിക്കില്ല ഈ പണം കൊണ്ടുപോകാൻ. സീത രവിയോട് തർക്കിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ മുന്നിൽ നിന്ന് മാറുന്നുണ്ടോ നീ? രവി ഉറക്കെ ചോദിച്ചു. സീതയെ മാറ്റി രവി പോകാൻ ശ്രമിച്ചപ്പോൾ അവൾ രവിയെ തടയാൻ ശ്രമിച്ചു. അങ്ങനെ സീതയും രവിയും തമ്മിൽ ഉന്തും തള്ളുമായി. രവിയുടെ കയ്യിൽ നിന്നും പേഴ്സ് തട്ടിപ്പറിക്കാൻ സീത ശ്രമിക്കുന്നിടയിൽ രവി സീതയെ തള്ളിയിട്ടു. തള്ളിയിട്ടതിൻ്റെ ആഘാതത്തിൽ വാതിലിൻ്റെ കോരം തട്ടി സീത വീണു. നെറ്റി പൊട്ടി ചോരയൊലിക്കുന്ന സീതയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ രവി സീതയുടെ പണവുമായി പോയി. രവി പോകുന്നത് നോക്കി നിസ്സഹായായി സീത അവിടെ ഇരുന്ന് കരഞ്ഞു. ആ വീട്ടിലെ സ്ഥിരം കാഴ്ചയായിരുന്നു അത്. സീതയുടെ ജീവിതത്തോട് അവൾക്ക് വളരെയേറെ വെറുപ്പും ദേഷ്യവും തോന്നി. മക്കളെ ഓർത്ത് മാത്രമാണ് സീത ആത്മഹത്യ ചെയ്യാതിരുന്നത്. കുളത്തിൽ പോയി കുളിച്ചു വന്ന രവിയുടെ അമ്മ അയലിൽ തുണി വിരിച്ചുകൊണ്ട്, മോളെ, സീത മോളെ, നീ എവിടെ? അമ്മ ചോദിച്ചു. അകത്തു നിന്നും മറുപടിയൊന്നും കേൾക്കാതെയായപ്പോൾ അമ്മ അകത്തു കയറി നോക്കി. സീതയുടെ മുറിയുടെ വാതിൽക്കലിരുന്ന് കരയുന്ന സീതയെ കണ്ടതും സ്ഥിരം നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. കരഞ്ഞു നിലവിളിച്ചുകൊണ്ട്, അയ്യോ മോളെ, ഇതാ നെറ്റിൽ നിന്നും ചോരയൊലിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് സീതയെ പോയി ചേർത്ത് പിടിച്ചു. ഉടുത്ത സാരിയിൽ നിന്നും ഒരു കഷ്ണം ചീന്തിയെടുത്ത് അമ്മ വേഗം സീതയുടെ നെറ്റിയിൽ കെട്ടാൻ ശ്രമിച്ചപ്പോൾ, വിട്, എന്നെ ആരും നോക്കണ്ട. സീത ദേഷ്യപ്പെട്ടു. ഇവിടെ കിടന്ന് ചാകട്ടെ ഞാൻ, മതിയായി, തീരട്ടെ എല്ലാം. കരഞ്ഞുകൊണ്ട് സീത പറയുന്നത് കേട്ട് അമ്മയും കരഞ്ഞു. സീത മോളെ, നീ പറയുന്നത് കേൾക്ക്. നിന്റെ മക്കൾക്ക് നീയല്ലേ ഉള്ളൂ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് ആരുണ്ട്? വീടിനും നാടിനും ഉപകാരം ഇല്ലാത്ത രവിയോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അമ്മ സീതയുടെ നെറ്റിയിൽ തുണി വെച്ചു കെട്ടി. സീത അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എൻ്റെ മോളുടെയും മക്കളുടെയും കണ്ണീര് വീഴ്ത്തിയിട്ട് ആ മഹാഭാവി ഗുണം പിടിക്കില്ല. അവൻ അനുഭവിക്കുന്നതിനെല്ലാം ദ്രോഹി. അമ്മ മകനെ പ്രാകുന്നത് കേട്ട് കണ്ണുകൾ തുടച്ചുകൊണ്ട്, എന്തിനാ അമ്മ ഇങ്ങനെ താൻ തോന്നിയേ നടക്കുന്ന മകന് വേണ്ടി എന്നെ കല്യാണം ആലോചിച്ചത്? അതുകൊണ്ടല്ലേ എൻ്റെ ജീവിതം ഇങ്ങനെയായത്. തെണ്ടിത്തിരിഞ്ഞ് കള്ളും കുടിച്ച് നടക്കുന്ന രവിയേട്ടനെ കുറിച്ച് അമ്മയ്ക്ക് നന്നായി അറിയായിരുന്നില്ലേ? സീതയുടെ ചോദ്യം ഒരു തീക്കൊള്ളി പോലെ അമ്മയുടെ നെഞ്ചിലേക്ക് തറഞ്ഞു. അവൻ ഇങ്ങനെ കള്ളും കുടിച്ച് കൂട്ടുകെട്ടുമായി നടക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, അവനൊരു പെണ്ണ് കെട്ടിക്കൊടുത്താൽ എല്ലാം ശരിയാകുമെന്ന്. ഏതൊരമ്മയും തൻ്റെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കണമെന്നല്ലേ ആഗ്രഹിക്കുക. ഞാനും കരുതി അവനൊരു പെണ്ണ് കെട്ടിയാൽ നേരെയാകും, പണിക്കൊക്കെ പോകും, ഭാര്യയും മക്കളുമായി കുടുംബം നോക്കി ജീവിക്കുമെന്ന്. പക്ഷേ എല്ലാ കണക്കുകൂട്ടലും തെറ്റി. അവന് ഭാര്യയും വേണ്ട, മക്കളും വേണ്ട എന്ന് പറഞ്ഞ് അമ്മ കരഞ്ഞു. മകൻ നേർവഴിക്കാകാൻ വേണ്ടി
പരീക്ഷിക്കാനുള്ളതായിരുന്നു എൻ്റെ ജീവിതം. എനിക്ക് അന്വേഷിക്കാനും പറയാനും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ ഒരുങ്ങിയിരുന്ന കുടുംബക്കാരും. മകൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, നിനക്ക് കഴിയുമോ അവനെ ശരിയാക്കാൻ എന്തെങ്കിലും ഒരു വാക്ക് കല്യാണത്തിന് മുമ്പ് അമ്മയ്ക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? അപ്പോൾ 10-30 കൊല്ലം വളർത്തി നേരെയാക്കാൻ പറ്റാത്ത മകനെ ഒരു പാവം പെണ്ണിൻ്റെ തലയിൽ കെട്ടിവെച്ച് അവളുടെ ജീവിതം മുഴുവൻ കണ്ണീരിലാഴ്ത്തി. അവളുടെ ഭാവി തകർത്തു, സ്വപ്നങ്ങൾ തകർത്തു. ഈ നരകിച്ച ജീവിതത്തിലേക്ക് 2 മക്കളും, അവരുടെയും ജീവിതം തകർത്തു എന്ന് പറഞ്ഞ് സീത കരഞ്ഞു. ഇങ്ങനെയൊന്നും ഒരു അച്ഛനമ്മമാരും ഒരു പെൺകുട്ടിയോടും ചെയ്യരുത്. മക്കളെ തിരുത്തി നേർവഴിക്ക് നടത്താൻ അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞില്ല എങ്കിൽ വേഗം അവനെ പിടിച്ച് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി നടക്കുന്ന പെൺകുട്ടികളെ തലയിൽ കെട്ടിവെച്ച് അവരെ കൊണ്ട് മക്കളെ തിരുത്താൻ ശ്രമിക്കുകയല്ല വേണ്ടത്. ഒരു പെൺകുട്ടിയുടെ ഭാവി തകർത്തിട്ടല്ല ആൺമക്കളെ നേർവഴിക്ക് നടത്തേണ്ടത്. സീത വേദനയോടെ പറഞ്ഞു. ഒരു ദീർഘനിശ്വാസത്തിനു ശേഷം അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, അമ്മയുടെ മകളെ ഇങ്ങനെയുള്ള ഒരു പയ്യനെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കുമോ? എന്നിട്ട് അവനെ നേർവഴിക്കാക്കാൻ മകളുടെ ജീവിതം ഒരു പരീക്ഷണ വസ്തുവാക്കുമോ? സീത അമ്മയോട് ചോദിച്ചു. ഒന്നിനും മറുപടിയില്ലാതെ കരഞ്ഞുകൊണ്ട് അമ്മ അവളുടെ അരികിലിരുന്നു. മനസ്സുകൊണ്ട് അമ്മ അവളോട് പശ്ചാത്തപിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ കാരണമല്ലേ അവളുടെ ജീവിതം ഇങ്ങനെയായത്. എന്നെ കൊണ്ട് രവിയെ നേർവഴിക്ക് നടത്താൻ കഴിഞ്ഞില്ല. അവൻ കാരണം ഞാനോ കണ്ണീര് കുടിച്ചു. ഇനി ഒരു പെൺകുട്ടിയുടെയും കൂടി കണ്ണീര് വീഴ്ത്താൻ ഞാൻ കൂട്ടു നിൽക്കരുതായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് അമ്മ പൊട്ടിക്കരഞ്ഞു. പക്ഷേ ഒരു പശ്ചാത്താപം കൊണ്ടും അവളുടെ കണ്ണീരിൻ്റെ ശാപം മാറ്റാൻ ആ അമ്മയ്ക്ക് കഴിയില്ല. അവളുടെ വിഷമങ്ങളും വേദനകളും തീരാ നോവായി ആ അമ്മയ്ക്ക് എന്നും അനുഭവിക്കേണ്ടി വരുന്നു. അവളുടെ കണ്ണീരിൽ നിന്നും ആ അമ്മയ്ക്ക് ഒരു മോചനമില്ല. വേറൊരു വീട്ടിൽ കയറി ചെല്ലേണ്ടതാണ്, അതിൻ്റെ അടക്കവും ഒതുക്കവും വേണം എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ കുഞ്ഞുനാൾക്ക് മുതലേ ഉപദേശിക്കുന്ന വീട്ടുകാർ, അവളുടെ ഓരോ പ്രവൃത്തിയിലും ഗുണദോഷിക്കുന്ന വീട്ടുകാർ, ഒരിക്കലും ഒരു ആൺകുട്ടിയോട് വേറൊരു വീട്ടിൽ നിന്നും കയറി വരുന്ന പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണമെന്നോ അവളെ എങ്ങനെ സംരക്ഷിക്കണമെന്നോ പല മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കുന്നില്ല. എന്ന് മാത്രമല്ല, പല മാതാപിതാക്കളും ശ്രദ്ധിക്കാതെ വഴിതെറ്റിപ്പോകുന്ന ആൺകുട്ടികളെ തെറ്റുകളിൽ നിന്നും തിരുത്താതെ വേഗം ഒരു കല്യാണം കഴിച്ചു കൊടുക്കുന്നു. മകനെ നേർവഴിക്കാക്കാനുള്ള പോംവഴിയായി വിവാഹത്തെ പല മാതാപിതാക്കളും കാണുന്നു. ഒന്നും അറിയാതെ ആ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികളാണ് ആ വേദന അനുഭവിക്കേണ്ടി വരുന്നത്. എന്നിട്ട് പലപ്പോഴും കെട്ടിയോനെ ഭാര്യമാരാണ് നേരെയാക്കേണ്ടതെന്നും വേണമെങ്കിൽ നേർവഴിക്ക് നടത്തിക്കോ, അതല്ലെങ്കിൽ നിന്റെ കഴിവേട് കൊണ്ടാണ് അവൻ ഇങ്ങനെ ആയത് എന്നും പറഞ്ഞ് മരുമക്കൾക്ക് കുറ്റം ചാർത്തിക്കൊണ്ട് കൈയൊഴിയുന്ന മാതാപിതാക്കളും ഇന്നൊരുപാടുണ്ട്. 10-30 വയസ്സ് വരെ നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിയാത്ത മകനെ ഒരു പെൺകുട്ടിയുടെ തലയിൽ കെട്ടി വെക്കുകയാണോ ചെയ്യേണ്ടത്? പലയിടത്തും പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രവണതയാണ്, ഞങ്ങൾക്കെന്താ, ഞങ്ങളുടെ ജീവിതമൊക്കെ കഴിയാനായി, വേണമെങ്കിൽ കെട്ടിയുടെ നേർവഴിക്ക് നടത്തിക്കോ, അതൊക്കെ പെണ്ണിന്റെ മിടുക്കാണ്. എല്ലാ ആണുങ്ങളും കല്യാണത്തിന് മുമ്പ് പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ കല്യാണശേഷം മാറ്റിയെടുക്കേണ്ടത് പെണ്ണിന്റെ കഴിവാണ്. അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലായിടത്തും എന്ന്. ശരിക്കും അങ്ങനെയാണോ വേണ്ടത്? ഒരു പെൺകുട്ടിയെ അങ്ങനെ പരീക്ഷണ വസ്തുവായാണോ കാണേണ്ടത്? നേർവഴിക്ക് മകനായില്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് തകർന്നു പോയ ജീവിതത്തിന് പകരം എന്താണ് ചെയ്യേണ്ടത്? ആ പെൺകുട്ടിയുടെ നഷ്ടപ്പെട്ട സ്വപ്നങ്ങളും ആഗ്രഹങ്ങൾക്കും എന്ത് മറുപടിയാണ് നൽകാനുള്ളത്? ഒരിക്കലും ഒരു മാതാപിതാക്കളും തൻ്റെ മകനെ നേർവഴിക്കാക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കരുത്. ഓരോ ആൺകുട്ടിക്കും വിവാഹത്തിന് മുൻപ് വിവാഹശേഷമുള്ള അവന്റെ ജീവിതത്തെക്കുറിച്ചും വന്നു കയറുന്ന പെൺകുട്ടിയുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും നിറവേറ്റാനും അവളെ ചേർത്ത് പിടിക്കാനും അതിലുപരി അവളുടെ സന്തോഷമാണ് അവന്റെ ഉയർച്ച എന്ന ബോധ്യം അവനിൽ ഉണ്ടാക്കുകയും ചെയ്ത ശേഷം മാത്രം അവനെ വിവാഹം കഴിപ്പിക്കുക. തെറ്റുകളിലൂടെ പോകുന്ന ആൺമക്കളെ അതിൽ നിന്നും തിരുത്തി ജീവിതത്തിന്റെ മൂല്യം പഠിപ്പിച്ചതിനു ശേഷം മാത്രം അവന് വിവാഹം കഴിപ്പിക്കുക. ഓരോ മാതാപിതാക്കളും ആൺമക്കൾക്ക് പെണ്ണാലോചിക്കുമ്പോൾ ചിന്തിക്കുക, തന്റെ മകൻ കാരണം ഒരു പെൺകുട്ടിയുടെ കണ്ണീർ വീഴുമോ എന്ന്. തന്റെ മകന്റെ സ്വഭാവമുള്ള ഒരു ആൺകുട്ടിക്ക് തന്റെ മകളെ കൊടുക്കാൻ തയ്യാറാകുമോ എന്ന് ആദ്യം ചിന്തിക്കുക. എന്നതിനു ശേഷം മാത്രമേ തങ്ങളുടെ ആൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാൻ പാടൂ. ഇനിയെങ്കിലും ഒരു പെൺകുട്ടിയുടെയും കണ്ണീർ വീഴാതെ ഇരിക്കട്ടെ. ഒരു പെൺകുട്ടിയുടെ സന്തോഷമാണ് കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് ഓരോ മാതാപിതാക്കളും ചിന്തിക്കുക. ഈ കഥ നിങ്ങൾക്കിഷ്ടമായാൽ
തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളോ അതോ നിങ്ങൾ തന്നെ എഴുതിയ ഇതുപോലെയുള്ള രചനകളോ ഈ ചാനലുമായി പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റിൽ അറിയിക്കൂ.